ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 33-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച അഹമേവക്ഷയകാലോ ധാതാഹം വിശ്വതോ മുഖ. അക്ഷരങ്ങൾക്കകാരം ഞാൻ, സമാസങ്ങൾക്കു ദ്വന്ദ്വനും, ഒഴുകും നിത്യമാം കാലം ഫലദാതാ മഹേശനം. അക്ഷരാണാം അകാരഃ, അക്ഷരങ്ങളിൽ ഞാൻ അകാരമാകുന്നു. സാമസികസ്യ ദ്വന്ദ്വഃ ച അസ്മി, സമാസങ്ങളിൽ ദ്വന്ദ്വം ഞാനാണ്. അക്ഷയഃ കാലഃ അഹമേവ, അക്ഷയമായ കാലം ഞാൻ തന്നെയാകുന്നു. വിശ്വതോ മുഖഃ, സർവത്ര മുഖമുള്ള. ധാതാ അഹമസ്മി, കർമ്മഫലവിധാതാവും ഞാനാകുന്നു. അക്ഷരാണാം അകാരോസ്മി എന്നാണ്. അപ്പോൾ അക്ഷരമാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അക്ഷരം ആണ്. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ആ തന്നെയാണ്. ഇപ്പോൾ സ്വരാക്ഷരങ്ങൾ എടുക്കുകയാണെങ്കിൽ ക, ഖ, ഗ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക, ഖ, ഗ, ഘ, ങ. അതിൽ ക എന്ന് പറയുമ്പോൾ ക പ്ലസ് ആ എന്നാണ്. ഗ എന്ന് പറയുമ്പോൾ ഗ പ്ലസ് ആ എന്നാണ്. എല്ലാറ്റിൻ്റെയും കൂടെ നമ്മൾ ആ ചേർക്കുന്നുണ്ട്. സംസ്കൃതത്തിൽ അത് കുറച്ചും കൂടെ അധികം. ഈ അകാരം കൂട്ടുമ്പോൾ വാക്കുകൾക്ക് മയം കൂടുന്നു, ഭാഷ വളരെ മൃദുലമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ അകാരം, ശ്രേഷ്ഠമായ അക്ഷരമായ അകാരം ഞാൻ തന്നെയാണ്. എല്ലാ ഭാഷകളിലെയും ആദ്യത്തെ അക്ഷരം ആ തന്നെയാണ്. ഇനി ദ്വന്ദ്വഃ സാമസികസ്യ ച, ദ്വന്ദ്വം സമാസം, പലതരം ബഹുവ്രീഹി സമാസം, അവ്യയസമാസം. മലയാളം ഗ്രാമർ അറിയുന്നവർക്കറിയാം, കുറേ സമാസങ്ങളുണ്ട്. അതിൽ ദ്വന്ദ്വ സമാസത്തിനാണ് ഏറ്റവും പ്രധാനം. കാരണം ദ്വന്ദ്വം എന്ന് പറയുമ്പോൾ രണ്ടാണല്ലോ. ഇപ്പം നമ്മൾ ഉദാഹരണം കേട്ടിട്ടുണ്ടാവും, രാമകൃഷ്ണന്മാർ. രാമനും പ്രാധാന്യമുണ്ട്, കൃഷ്ണനും പ്രാധാന്യമുണ്ട്. അവിടെ രാമലക്ഷ്മണന്മാർ, ശ്രീരാമനും പ്രാധാന്യമുണ്ട്, ലക്ഷ്മണനും പ്രാധാന്യമുണ്ട്. അങ്ങനെ രണ്ട് വേർഡ്സിനും, ആദ്യത്തെ പദത്തിനും രണ്ടാമത്തെ പദത്തിനും തുല്യമായിട്ടുള്ള പ്രാധാന്യം വരുന്നത് കൊണ്ടാണ് അങ്ങനെ ദ്വന്ദ്വമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വന്ദ്വ സമാസം ഞാനാകുന്നു. അഹമേവ അക്ഷയഃ കാലഃ, കാലം ഞാൻ തന്നെയാണ് എന്ന് നേരത്തെ 30-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്ന കാലം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. രാവിലെ എണീക്കുന്നു എന്ന് പറയുന്നത്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അവിടെ സമയം നമ്മുടെ കാലമാണ്. കാലം നമ്മൾ മാറ്റി മാറ്റി പറയുകയാണ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ 10 മണിക്ക്, 11 മണിക്ക്, അവിടെ നമ്മൾ മണിക്കൂറാക്കിയിട്ട് മാറ്റിയെന്നേ ഉള്ളൂ. അവിടെയും നമ്മൾ പറയുന്നത് കാലം തന്നെയാണ്. ഇനി ഇന്ന്, നാളെ, മറ്റന്നാൾ, അടുത്ത മാസം, അടുത്ത വർഷം, ഇതെല്ലാം കാലം ആണ്. ഈ കാലത്തിൻ്റെ ആധാരം ഞാൻ തന്നെയാണ്. അക്ഷയമായ കാലത്തിൻ്റെയും ക്ഷണികമായ നിമിഷങ്ങളുടെയും ആധാരം നാം പറയുന്ന പരമാത്മാവ് തന്നെയാണ് എന്നാണ് ഇവിടെ വിസ്തരിച്ചിരിക്കുന്നത്. അടുത്തത് ധാത, കർമ്മഫലവിധാതാവാണ് ധാത. നമ്മളുടെ പ്രവൃത്തികൾക്കനുസരിച്ചിട്ടുള്ള കർമ്മഫലങ്ങൾ നിർണ്ണയിക്കുന്നതും, നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ചിന്തകൾക്കനുസരിച്ചിട്ടുള്ള വാസനകളെ നിലനിർത്തുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അടുത്തത് വിശ്വതോമുഖഃ എന്നാണ്. എല്ലാ ഭാഗത്തേക്കും തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് വിശ്വതോമുഖം. എല്ലാറ്റിലും ഒന്നാണ്, എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നതാണ്, എന്നാൽ എല്ലാറ്റിൽ നിന്നും ഭിന്നമാണ്. എല്ലാ ഭാഗത്തേക്കും
ഇത് എല്ലാം കൂടെ ഏകത്വേന പൃഥക്ത്വേന ബഹുധ ഇതെല്ലാം നമ്മൾ 15ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം കൂടെ ഒരുമിച്ച് ഇവിടെ ഒരു വാക്യത്തിൽ പറഞ്ഞതാണ് വിശ്വതോമുഖ എന്ന്. അപ്പോൾ അക്ഷരങ്ങളിൽ അകാരം ഞാനാണ്, സമാസങ്ങളിൽ ദ്വന്ദ്വസമാസം ഞാനാണ്, കാലം ഞാനാണ്, കർമ്മഫല വിധാതാവ് ഞാനാണ്, വിശ്വതോമുഖ എല്ലാറ്റിലും സർവവ്യാപിയായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. വീണ്ടും തുടരുകയാണ് ഭഗവാൻ. 34ാമത്തെ ശ്ലോകം. മൃത്യുഹു സർവഹരശ്ചാഹമുദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീ വാക് ച നാരീണാം സ്മൃതിർമേധാ ധൃതി ക്ഷമ. മലയാളം. എല്ലാം ഹരിക്കും, മരണം ഭാവിക്കും, ഉത്ഭവം ഇന്നു ഞാൻ. നാരിതൻ കീർത്തി വാക് ശ്രീയും ധൃതി ധീ ക്ഷമയും സ്മൃതി. സർവഹരഹ മൃത്യുഹോച്ച എല്ലാറ്റിനെയും ഹരിക്കുന്ന മൃത്യു ഞാനാകുന്നു. ഭവിഷ്യതാം ഭാവിയിൽ ഉണ്ടാകുന്ന എല്ലാറ്റിൻ്റെയും ഉത്ഭവഃ ച അഹം ഉൽപ്പത്തിസ്ഥാനവും ഞാനാകുന്നു. നാരീണാം കീർത്തി സ്ത്രീകളുടെ ഗുണങ്ങളിലുള്ള കീർത്തി, ശ്രീ വാക്ക്, സ്മൃതി, മേധ, ധൃതി, ക്ഷമ ച അഹം. ഒരു സ്ത്രീയുടെ ഗുണങ്ങളാണ് പറഞ്ഞത്. അതെല്ലാം ഞാൻ തന്നെയാകുന്നു. മൃത്യുഹു സർവഹരശ്ചാഹം. മരണത്തിൻ്റെ മുന്നിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഒരു രാജാവായിരുന്നോ ഒരു പിച്ചക്കാരനായിരുന്നോ എന്നൊന്നും പ്രശ്നമല്ല. ഏത് മനുഷ്യനും ഏത് നിമിഷവും ബൊക്ക കൊടുത്ത് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നതാണ് മരണം. എപ്പോൾ വേണമെങ്കിലും നമ്മളെ തേടി വരാം. അതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് വളരെ വിഷമമാണ് അല്ലേ അങ്ങനെ ചെയ്യാൻ, അങ്ങനെ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പറയാനൊക്കെ എളുപ്പമാണ്. എന്നാലും മൃത്യു വരുമ്പോഴല്ലേ അപ്പോഴാണ് നമ്മൾക്ക് അറിയുള്ളൂ. അതിനോട് മുഖാമുഖം നേരിടുമ്പോഴാണ് നമുക്കതിൻ്റെ വിഷമം അറിയുള്ളൂ. ശരിയാണ്, എല്ലാവർക്കും വിഷമം തന്നെയാണ് മരണം എന്ന് പറഞ്ഞാൽ. നമ്മൾക്ക് വന്നാൽ നമ്മൾ പിന്നെ ബാക്കി അറിയുന്നില്ല. നമ്മുടെ ബന്ധുക്കൾക്ക് വരുമ്പോൾ നമ്മളതിൻ്റെ ബാക്കിയും കൂടെ സഹിക്കേണ്ടി വരും. പക്ഷേ ഈ മരിക്കുന്നത് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ മൃത്യു ഞാനാകുന്നു. അതവിടെ പണ്ഡിതനെന്നില്ല, പാമരനെന്നില്ല, കുബേരനെന്നില്ല, കുചേലനെന്നില്ല, ദുഷ്ടനെന്നില്ല, ശക്തനെന്നില്ല, ദുർബലനെന്നില്ല, ആര് വേണമെങ്കിലും ആവാം. എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ മണ്ണിലേക്ക് തന്നെയാണ് മടക്കം. ഉത്ഭവഃ ഭവിഷ്യതാം സർവത്തിനെയും ഹരിക്കുന്നത് എന്ന് മാത്രമല്ല, ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന എല്ലാ സൃഷ്ടിയും അതിൻ്റെ ഉറവിടം കൂടെ ഞാനാകുന്നു. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ പറയുമായിരുന്നു, സംഹാരമുണ്ടെങ്കിലേ സൃഷ്ടി ഉണ്ടാവുള്ളൂ, സൃഷ്ടി കഴിഞ്ഞാൽ സംഹാരം തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇനി വരാൻ പോകുന്ന സൃഷ്ടികളും ഞാൻ തന്നെയാണ്. കുറച്ച് നേരം ഇപ്പോൾ കടലിലേക്ക് നമ്മൾ നോക്കിയിരിക്കുകയാണെങ്കിൽ തിര പൊന്തുന്നുണ്ട്. കടലിൽ നിന്ന് തിര മുകളിലേക്ക് പൊന്തി താഴേക്ക് തന്നെ പതിക്കുന്നു. അപ്പം ഓരോ തിരയും പൊന്തി നശിച്ചു പോകുന്നു. പക്ഷേ ധാരാളം തിരകൾ ഉണ്ടാവുന്നുണ്ട്, ചിലത് മാത്രം നമ്മൾ കാണുന്നു അല്ലേ. അതേപോലെ തന്നെ കടലിലേക്ക് തന്നെയാണ് നശിക്കുന്നത്. അതുകൊണ്ട് മൃത്യുവിനെ പോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഉത്ഭവങ്ങളും ഉൽപ്പത്തി സ്ഥാനവും ഞാനാകുന്നു. ഇനി സ്ത്രീകളുടെ കുറച്ച് ഗുണങ്ങളെ പറ്റിയിട്ടാണ് പറയണത്. കീർത്തി, ശ്രീ, വാക് ച നാരീണാം സ്മൃതി, മേധ, ധൃതി, ക്ഷമ. ഇതെല്ലാം സ്ത്രീലിംഗ പദങ്ങളുമാണ്, സ്ത്രീകളിലുള്ള ഗുണങ്ങളുമാണ്. ഈ ഗുണങ്ങൾ ഉള്ള ആൾക്കാരെല്ലാം ആർക്കാണോ ഉണ്ടാകുന്നത് അത് ഈ ഗുണങ്ങളെല്ലാം ഞാൻ തന്നെയാകുന്നു. സ്ത്രീകളിലുള്ള ചില ഗുണങ്ങളാണ് പറഞ്ഞത്. പുരുഷന്മാരിലും ഉണ്ടാവാം, എങ്കിലും സ്ത്രീലിംഗമാണ് ഇവിടെ എല്ലാം പ്രയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ തന്നെയാകുന്നു. ഒരു കുടുംബത്തിലെ സ്ത്രീക്ക് ഉള്ള പ്രാധാന്യം ഏറ്റവും കൂടുതലാണ് അല്ലേ. സാധാരണ ഒരു കുടുംബജീവിതം എടുക്കുകയാണെങ്കിൽ
അവിടെ അമ്മമാരായിരിക്കും കൂടുതൽ കുടുംബകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും തന്നെ നോക്കുന്നത് അമ്മയായിരിക്കും. എന്തും സഹിക്കാനുള്ള ഒരു കരുത്ത് അച്ഛനേക്കാൾ കൂടുതൽ അമ്മയ്ക്കുണ്ടായിരിക്കും. ഇപ്പം ശ്രീ, കീർത്തി, ശ്രീ, വാക്ക്, അങ്ങനെ കുറച്ച് വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ശ്രീ എന്ന് പറഞ്ഞാൽ ആത്മതേജസ്സാണ്. വാക്കിലും പ്രവൃത്തിയിലും ഈ തേജസ് നിലനിർത്തുന്നതാണ് ശ്രീ. അങ്ങനെയുള്ളൊരു ഗുണം സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്ന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വീട്ടിലെ അംഗങ്ങളെ അവർ സംരക്ഷിക്കുമ്പോൾ, സ്ത്രീകൾ സംരക്ഷിക്കുമ്പോൾ ആ വീട്ടിലെ മനുഷ്യർക്ക് സമാധാനം കിട്ടുകയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അമ്മ വളരെ കൃത്യമായിട്ട് ചെയ്തോളും. അതുകൊണ്ട് ആരാണ് ആ വീടിൻ്റെ ഐശ്വര്യം? എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, അമ്മയാണ് ആ വീടിൻ്റെ ഐശ്വര്യം. മിക്കവാറും എല്ലാവരും തന്നെ എപ്പോഴും പ്രയോഗിക്കുന്നതാണ് ഈ വാക്ക്, അല്ലേ? ആ വീടിൻ്റെ ഐശ്വര്യമായിരുന്നു. മരിച്ചു കിടക്കുമ്പോഴാണ് കൂടുതൽ പറയുക, ആ വീടിൻ്റെ ഐശ്വര്യമായിരുന്നു അവർ എന്ന്. സാധാരണ മനുഷ്യന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ മാത്രം പറയും. ഒരു ബോഡി ആയിക്കഴിഞ്ഞാൽ, ഡെഡ് ബോഡി ആയിക്കഴിഞ്ഞാൽ, ജഡശരീരമായി കഴിഞ്ഞാൽ അവരെ പറ്റിയിട്ടുള്ള ഗുണങ്ങൾ മുഴുവൻ പുറത്തു വരും. അതുവരെ അവർക്ക് ഗുണങ്ങളില്ലാത്ത പോലെയാണ് ചില സമയത്ത് ആൾക്കാർ പെരുമാറാറുള്ളത്. സത്യമാണെന്ന് തോന്നുന്നു, എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഇനി വാക്ക്, മറ്റുള്ളവരോട് വളരെ വിനയപൂർവ്വമുള്ള സംസാരം, അത് എല്ലാവർക്കും വേണ്ടതാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വേണ്ടതാണ്. നമ്മൾ ഒരാളുമായിട്ട് പെരുമാറുന്ന സമയത്ത് അനാവശ്യമായിട്ട്, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചൂടാവാതെ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ശബ്ദമുയർത്താതെ. നമ്മൾ ശബ്ദമുയർത്തിയതുകൊണ്ട് നമ്മൾ ജയിക്കുകയൊന്നുമില്ലല്ലോ. വളരെ മിതമായിട്ട് സംസാരിക്കുക. ഇനി സ്മൃതി, നല്ലത് മാത്രം ഓർത്തെടുക്കുക, അതാണ് സ്മൃതി. മേധഃ, ഒരു ധൈര്യം, അതാത് സന്ദർഭങ്ങളിൽ എന്താണോ ചെയ്യേണ്ടത് അത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ധൈര്യം, ഏത് സാഹചര്യം എന്തൊക്കെ വന്നാലും അത് കടിച്ച് പിടിച്ച് നിയന്ത്രിക്കാൻ, മനോധൈര്യം കൈവിടാതെ ആ സാഹചര്യങ്ങളെല്ലാം നേരിടുക. ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ പെട്ടെന്ന് തന്നെ പഴയ ജീവിതത്തിലേക്ക് വരാൻ എളുപ്പമാണ്. പക്ഷേ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനതൊരു വലിയ ശൂന്യതയായിരിക്കും. അവർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് ഒട്ടും തന്നെ കഴിയില്ല. അങ്ങനെയാണ് സാധാരണ കാണുന്നത് കേട്ടോ. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. എങ്കിലും കുറച്ചും കൂടെ ആത്മധൈര്യം കൂടുതൽ സ്ത്രീകൾക്കായിരിക്കും എന്നാണ് പറയുന്നത്. അല്ല, ഭഗവാൻ പറയുന്നത് ഇതെല്ലാം നല്ല ഗുണങ്ങളാണ് സ്ത്രീകളുടെ എന്നാണ്. ഇന്നത്തെ കാലത്തെ പറ്റിയിട്ടല്ല, ഇതെല്ലാം ഉണ്ടാവേണ്ടതാണ് എന്ന്. ക്ഷമ, എന്തും സഹിക്കാനുള്ള, ഭൂമിയോളം ക്ഷമിക്കുക എന്ന് നമ്മൾ പറയില്ലേ, എന്തും സഹിക്കാനുള്ള ക്ഷമ. ഇപ്പോൾ എന്താ വെച്ചാൽ എന്തിലും എടുത്തു ചാടാനുള്ള ഒരു പ്രവണതയാണ് കൂടുതൽ. എന്താ, ഞങ്ങൾക്ക് ഈക്വാലിറ്റി വേണം, പുരുഷന്മാരെ പോലെ തുല്യ പ്രാധാന്യം ഞങ്ങൾക്കും വേണ്ടതൊക്കെ തന്നെയാണ്, നല്ലതല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സ്ത്രീകൾ, ഇങ്ങനെ ഇപ്പോൾ പറയുന്ന ഗുണങ്ങളുള്ള സ്ത്രീകളാണ് എന്ത്, വീടിൻ്റെ ഐശ്വര്യം. അത് നിലനിർത്തുന്നവർ വളരെ നല്ലവരാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരാണ്. ഇപ്പം സാധാരണയായിട്ട് നമുക്ക് വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് കാലം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുകയാണല്ലേ, ഭാര്യ ഭർത്താവിൻ്റെ ചെയ്തികളെ, അതായത് സ്വഭാവങ്ങളും ഭർത്താവ് ഭാര്യയുടെ സ്വഭാവങ്ങളും മനസ്സിലാക്കണം ആദ്യം, അല്ലേ? ഇന്നലെ വരെ അവർ വേറെ വീട്ടിലായിരുന്നു, രണ്ടുപേരും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുകയായിരുന്നു, തന്നിഷ്ടത്തിന് എന്ന് തന്നെ പറയാം. ചില വീടുകളിലൊക്കെ പെൺകുട്ടികൾ അത്രയും പെറ്റായിട്ട് വളർന്നതായിരിക്കും അമ്മയുടെ അച്ഛൻ്റെയും. അവർ പെട്ടെന്ന് തന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് വരും. അവിടെയൊക്കെ നമ്മൾ കുറച്ച് ക്ഷമ കാണിച്ച് അതിനനുസരിച്ച് ജീവിക്കേണ്ടതാണ് എന്നാണ് ഞാൻ ഉപദേശിക്കുന്നത്. പെട്ടെന്ന് തന്നെ എടുത്തു ചാടി നമ്മൾ തീരുമാനങ്ങളൊന്നും എടുക്കാതെ മെല്ലെ മെല്ലെ അവരും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, പെട്ടെന്ന് നമ്മളുടെ സ്വഭാവങ്ങൾ അവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റാണ് ജീവിതം, അല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറച്ചൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റും മെല്ലെ മെല്ലെ. കുറച്ച് പ്രയാസം തന്നെയാണ്.
അതേപോലെ തന്നെയാണ് സ്വാതന്ത്ര്യം. നമ്മൾക്ക് സ്ത്രീക്ക് എപ്പോഴും സ്വാതന്ത്ര്യം വേണം എന്ന തുല്യ പ്രാധാന്യം വേണമെന്നൊക്കെ നിലവിളിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഇന്ന്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വളരെ നല്ലത് തന്നെ. പക്ഷേ അതിലധികമുള്ള സ്വാതന്ത്ര്യം വലിയ താല്പര്യം എനിക്കും തോന്നാറില്ല. ഏതായാലും ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള സ്ത്രീകൾക്ക്, അതായത് നേരത്തെ പറഞ്ഞ ഗുണങ്ങളുള്ള കീർത്തി, ശ്രീ, വാക്, സ്മൃതി, മേധ, ധൃതി, ക്ഷമ, ഈ ഗുണങ്ങളെല്ലാം ഉള്ള സ്ത്രീകൾക്ക് ശ്രീത്വം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. അഥവാ ഐശ്വര്യം കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ പറയുന്ന പോലെ നല്ല ഐശ്വര്യമുള്ള സ്ത്രീയാണെന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീകളിൽ കാണുന്ന ഈ ഗുണങ്ങൾ കീർത്തി, ശ്രീ, വാക്ക്, ഇപ്പം പറഞ്ഞ ഗുണങ്ങളെല്ലാം തന്നെ ആരാകുന്നു? ഞാനാകുന്നു. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഇനി വീണ്ടും അടുത്ത ശ്ലോകങ്ങളിലും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ഗുണങ്ങളെല്ലാം പരമാത്മാവിൻ്റെ പ്രഭാവങ്ങളെ കൂടുതൽ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അർജുനന് കുറച്ചൊരു തത്വബോധമൊക്കെ വന്നിട്ടുണ്ടാവും. എങ്കിൽ കൂടെ കുറേ വിഭൂതികൾ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞല്ലോ. അത് വീണ്ടും അടുത്ത ശ്ലോകങ്ങളിൽ തുടർന്നു കൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ 34 ശ്ലോകമാണ് ചൊല്ലിയിരിക്കുന്നത്. അടുത്ത ദിവസം 35-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണോ